എന്തിനീ കളവ് പറയേണ്ട ആവശ്യം? അപ്പോൾ ഈ MDMA കേസിലെ പ്രതി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കണം. കാസർകോട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഒപ്പിട്ട് കൊടുത്ത് ജാമ്യത്തിൽ ഇറക്കിയതിനെ കുറിച്ചും അവർക്ക് ഈ MDMA കേസ് പ്രതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഇപ്പോൾ MDMA കേസിലെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വെളിപ്പെടുത്തലുകളും ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനം ഫാക്ട് ചെക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ന് മുഖ്യമന്ത്രി MDMA കേസിൽ പിടിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് കളവാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് MDMA കേസ് പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റതിന് ശേഷമാണ് എനിക്ക് പരിചയമെന്നുള്ളതാണ്. ഒന്ന്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് എടുക്കുന്നു, അതെന്തും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA കേസിലെ പ്രതിയുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി അടുപ്പം ബന്ധം ഉള്ള വീഡിയോകളും ഫോട്ടോകളും പുറത്തു വരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയേണ്ട പ്രശ്നം വരുന്നത്? അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്നെ 3-4 തവണ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വിളിച്ചു എന്നുള്ളത്. അപ്പോൾ തുടർച്ചയായി MDMA കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് സ്ഥാപിക്കുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ പത്രസമ്മേളനം. അപ്പോൾ ഗൗരവമുള്ള വിഷയമായി ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഈ MDMA സംഘവുമായി ആർക്കൊക്കെയാണ് ബന്ധം? മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവരായി നടക്കുന്ന ആരെങ്കിലും ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ തൂഫാനുമായി മുന്നോട്ട് പോകുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. കാസർകോട് MDMA കേസിൽ പിടിക്കപ്പെട്ട വ്യക്തിക്ക് ജാമ്യം നിന്നത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം തൂഫാൻ അന്വേഷണം കോൺഗ്രസ്സുകാർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധമുള്ളവരുമായിട്ടുള്ള പ്രതികൾക്ക് പ്രത്യേക പ്രിവിലേജ് തൂഫാനിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയണം. കോൺഗ്രസിലെ നേതാക്കന്മാർ ഈ MDMA സംഘവുമായി ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകുമോ ഇല്ലയോ, ഇതാണ് അറിയേണ്ടത്. ഞങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട തൂഫാനല്ല ഏത് പദ്ധതിക്കും അനുകൂലമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലയിലുള്ള സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. കഴിഞ്ഞ 10 കൊല്ലം D-HUNT എന്ന പേരിൽ മയക്കുമരുന്നിൻ്റെ വലിയ നിലയിലേക്കുള്ള പ്രവർത്തനം കേരള സർക്കാർ നടത്തിയിരുന്നു. ഒരുപാട് കേസുകൾ അതിൻ്റെ ഭാഗമായി എടുത്തിരുന്നു. നിയമസഭയിൽ കഴിഞ്ഞ 10 കൊല്ലം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും സർക്കാർ ചെയ്തില്ല എന്ന അനാവശ്യ പ്രചരണം തൂഫാൻ്റെ പ്രവർത്തനത്തിൻ്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതുണ്ടാകില്ല, നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും തൂഫാൻ്റെ പ്രവർത്തനമായിട്ട് സഹകരിക്കുന്നത്. എന്നാൽ തൂഫാനിൽ MDMA കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുള്ളവരുമുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെങ്കിൽ തൂഫാനായി പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല. അതുകൊണ്ട് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കണം. ഈ കാസർകോട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഒപ്പിട്ട് കൊടുത്ത് ജാമ്യത്തിൽ ഇറക്കിയതിനെ കുറിച്ചും അവർക്ക് ഈ MDMA കേസ് പ്രതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഇപ്പോൾ MDMA കേസിലെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വെളിപ്പെടുത്തലുകളും ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാ ഈ കളവ് പറയേണ്ട ആവശ്യം? അപ്പോൾ ഈ MDMA കേസിലെ പ്രതി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കണം. ആർക്കൊക്കെയാണ് ബന്ധമെന്നുള്ളത് പരിശോധിക്കണം. കാസർകോട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ജാമ്യം നിന്നു എന്നുള്ള ഉൾപ്പെടെ ഇതിനോട് കൂട്ടി വായിക്കണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എന്നാ തിരിഞ്ഞു നോക്കേണ്ടി. അതൊന്നും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എൻ്റെ ചോദ്യം, എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കളവ് പറഞ്ഞത്? ഈ നവകേരള സദസ്സിനുമായി ബന്ധപ്പെട്ടാണ് ഈ MDMA കേസിലെ പ്രതിയെ പരിചയപ്പെട്ടതും ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഉടനെ മാധ്യമങ്ങൾ വാർത്ത വരികയാണ്,
അതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ഫോട്ടോകളും വീഡിയോകളും മാധ്യമ വാർത്തകളായിട്ട് പുറത്തു വരികയാണ്. അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പത്രസമ്മേളനങ്ങൾ പറയുന്നത്? കാസർഗോഡ് MDMA കേസിലെ പ്രതിക്ക് ജാമ്യം നിന്ന കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് ഉൾപ്പെടെ തൂഫാൻ്റെ അന്വേഷണം പോകുമോ? ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA കേസിലെ പ്രതി ആരൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്നുള്ള അന്വേഷണം തൂഫാൻ്റെ ഭാഗമായി നടക്കുമോ? തൂഫാൻ അന്വേഷണം കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്ന രീതിയാണെങ്കിൽ തൂഫാനായി പോകും എന്ന കാര്യത്തിൽ സംശയം അല്ല. ഒക്കെ നമുക്ക് ഒന്ന് പരിശോധനയ്ക്ക് വിധിയാക്കട്ടെ, എല്ലാം പരിശോധിക്കട്ടെ. ഓക്കെ. പല കാർഡുകളും ഡിലീറ്റ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് പൊക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയിട്ടുള്ളത്. അല്ല, മെറ്റ വെറുതെ ഡിലീറ്റ് ആക്കില്ലല്ലോ. കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്നവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെടാതെ മെറ്റ പോലുള്ളൊരു സംവിധാനം ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ ഭാവിയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന പല കാര്യങ്ങളും അതിലൊക്കെ ഉണ്ട്. കോമണായിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് BJP സർക്കാരിന് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം നടത്തുന്ന വാർത്തകളാണ് പ്രധാനമായും കേൾക്കുന്നത്. അത് കൈരളിയുടെ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളുടെയും മറ്റുള്ള ചാനലുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കൂട്ടിക്കെട്ടുക? അല്ല, ഇപ്പം ന്യൂസ് ക്ലിക്കിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ രാജ്യങ്ങളുടെ റേറ്റിംഗ് എടുത്താൽ വളരെ താഴെയാണ് ഇന്ത്യ. ഇവിടെ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടി അടക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരെ രാജ്യത്തെ പ്രതിപക്ഷമാകെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും അത്തരം നിലപാടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ എടുത്തിരുന്നതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അതിന് സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. ഇത് ഇരട്ടത്താപ്പാണ്. കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെൻറ്റാണോ BJP നയിക്കുന്ന ഗവൺമെൻറ്റാണോ എന്ന് സംശയം തോന്നുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് ചോദിക്കുന്നത് അങ്ങനെ താൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ നീക്കം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ 3 മാസം എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ അന്വേഷണം നടത്തി പോയിട്ട് കാര്യമില്ലല്ലോ.